ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് നമുക്കൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടാലോ? കിളികൾ കൂട് മാറ്റി എന്ന് പറഞ്ഞില്ലേ? ഇതേ എൻ്റെ മണി പ്ലാന്റിൻ്റെ ഉള്ളിലാണ് കൂട്. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ നനയ്ക്കും ഇതിൽ നോക്കി. അതെ, ഇതിൻ്റെ ഉള്ളിലാണ് കൂട് വെച്ചുകൊണ്ടിരിക്കണേ. ഒരാൾ അവിടെ ഇരുന്ന് കൂട് പണി നടത്തുന്നുണ്ട്, ഒരാൾ പുറത്തുനിന്ന് കൂടിനുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരുന്നുണ്ട്. ഇവർക്ക് പിന്നെ എത്ര വീട് വേണമെങ്കിലും വെക്കാമല്ലോ, ഇവർക്ക് മെറ്റീരിയൽസ് ഫ്രീ അല്ലേ, നമ്മളെ പോലെയല്ലല്ലോ. മറ്റേ ആളിപ്പോൾ കൊണ്ടുവരും കേട്ടോ, പുതിയ ഇലകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കൊത്തി കൊത്തി റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കണുണ്ടോ? നനഞ്ഞ ഇല വന്നൂട്ടാ. ആ കണ്ട. അപ്പോൾ എൻ്റെ ദൈവമേ, ഭയങ്കര ഇഷ്ടമായിട്ട് ഇതൊക്കെ കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്കിതൊക്കെ കാണാൻ. നോക്കി അവനെന്നെ നോക്കുന്നുണ്ട്. എന്നിട്ടടി ഞങ്ങളെ വീഡിയോ എടുക്കണേ ജോക്കിയുണ്ട്. എന്നാലും ഞാൻ എടുക്കും. എൻ്റെ ചെടിയുമല്ലേ കൂട് വെച്ചണേ, അപ്പം ഞാൻ വീഡിയോ എടുക്കും. നല്ല മഴയാ, മഴയത്ത് അവൻ പോയിട്ട് കൊണ്ടുവരണേ കൂട് വെക്കാനുള്ള സംഭവങ്ങൾ. ആ ഇലയമെന്ന് മാറി നിൽക്കടോ എന്നാണ് പറയണേ ഭാര്യ. കൂട് ഞാൻ ശരിയാക്കട്ടെ, നീ മാറിയിട്ട് പോയി എടുത്തിട്ട് വാ. അടുത്ത മെറ്റീരിയൽ എടുത്തിട്ട് വാടോ, ഞാനൊന്നും ചെയ്യില്ല. ഫോണില്ലേ മെറ്റീരിയൽ എടുത്ത് കൊണ്ടുകൊടുക്ക്. അവൾ കൂട് റെഡിയാക്കട്ടെ, മുട്ടയിട്ട് കുഞ്ഞാവണ്ടേ. ഇനിയിപ്പോൾ ഞാൻ മഴയതൊന്നും നനച്ചില്ലേലും കുഴപ്പമുണ്ടാവില്ലായിരിക്കും, എൻ്റെ ചെടി വാടി പോവാവോ. പക്ഷേ ഇവർ ഇങ്ങനെ കൂടുണ്ടാക്കിയുള്ള പ്രശ്നം, വേറെ കിളികൾ വന്നിട്ട് ആ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാവും, പൊളിച്ച് മുട്ടയൊക്കെ എടുത്തിട്ട് പോകും. ഇതുമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ മഞ്ഞക്കറുമ്പനില്ലേ, അയ്യോ ഇല പുറത്ത് പോയിടാ. അവൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഇല അവളത് പുറത്തേക്ക് ഇട്ടു. ഭയങ്കര കഴിവാട്ടോ, അതിങ്ങനെ ചുറ്റി റൗണ്ട് ചെയ്ത് കൂടാക്കി വെക്കണാണ്ട് അവർ. ഭയങ്കരല്ലേ. പ്രശാന്തേട്ടൻ്റെ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യണ ആൾക്കാരാ, കൺസ്ട്രക്ഷൻ. ഇവിടെ ഇല കൊണ്ടാന്ന് മാത്രം. ഫോണിലിടാ, നീ ഒന്ന് പറന്നു പോണത് കൂടി എടുത്ത് ഞാൻ അവസാനിപ്പിക്കാന്ന് വെച്ചിട്ട് എൻ്റെ കൈ കാഴ്ച തുടങ്ങി. മഴ കാരണം പണിക്ക് പോകാണ്ടിരിക്കുക. ഓ, സ്റ്റാൻഡിനെയല്ല ഞാൻ വീഡിയോ എടുക്കണം, എൻ്റെ കൈ കാഴ്ച കൂട്ടാ. വായ തുറന്നെന്തോ പറയണ്ടില്ല, ഒന്നും ചീത്തയായിരിക്കും. അവനും ശരിയാക്കുന്നുണ്ട് കേട്ടോ കൂട്. ഞാൻ ഒരാൾ ഇത് കൊണ്ടുവരും, ഒരാൾ ശരിയാക്കുന്നു, രണ്ടുപേരും കൂടി ശരിയാക്കുന്നുണ്ട് കൂട്. അവൻ പറക്കാൻ പോവാ. ആ ഇവർ ചിലപ്പോൾ ഉള്ളിത്തെ കൂട്ടിത്തെ ആൾക്കാരായിരിക്കില്ല കേട്ടോ. ഉള്ളിത്തെ കൂട്ടിത്തെ ആൾക്കാർ ഇന്ന് വന്നും പോയോണ്ടിരിക്കുന്നുണ്ടായി രാവിലെ. ചിലപ്പോൾ അത് അപ്പുറത്തെ സൈഡിൽ മഴ നനയണ മരത്തുമ്മയുള്ള കൂടില്ലേ, അവരാവാനാണ് ചാൻസ്. പറക്കണ്ടെങ്കിൽ പറക്കൊന്ന്, ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് തീർക്കട്ടെ. കൈ കാണിച്ചോടിക്കാൻ നല്ല മഴയായിട്ടാണ് പുറത്ത്, ചെറുപ്പം മഴയ. അതാണ് അവർ മഴ കൊള്ളാത്ത സ്ഥലത്തൊക്കെ കൂട് ഒരുക്കിക്കൊണ്ടിരിക്കണേ. ഫോണില്ലേടാ നീ? മഴ കാണിച്ചു തരാം. പോയി. അയ്യോ, നീങ്ങി പോവല്ലേ എയറോപ്ലെയിനെ. ഞങ്ങൾ നോക്കട്ടെ ഏതിൻ്റെയാന്ന്. പേര് സൈഡിലായിരിക്കും, അതൊന്നും കാണില്ല. ഇത്ര പറ്റുള്ളൂ. ഇത്രേ അകലെയുള്ള സാധനത്തിനെയാണ് നമ്മൾ സൂം ചെയ്തത്. വെളിച്ചം വരണോക്കെ. ഞാനൊന്ന് എൻ്റെ പൂൾ സൈഡ് കാണിക്കാന്ന് വിചാരിച്ചു. പൂൾ സൈഡ് അല്ല, പൂള് തന്നെ അങ്ങോട്ട് കാണിക്കാന്ന് വിചാരിച്ചു. എന്താന്ന് വെച്ചാൽ എൻ്റെ പൂള് കാണിക്കണില്ല എന്നിട്ട് ഭയങ്കര പരാതിയാ. പൂൾ എങ്ങനെയാ കാണിക്കുക? ഈ മഴ പെയ്തതിൽ ഒരുപാട് വെള്ളമൊക്കെ ആയിട്ട് കിടക്കായിരുന്നു. ഇതിപ്പോ ക്ലീൻ ചെയ്ത കാരണം ഇന്ന് ഞാൻ കാണിച്ചതാണ്. പിന്നെ മിക്കതും ഞാൻ തുണികളൊക്കെ അലക്കാനൊക്കെ ഇവിടെ ഇടും, അലക്കിയതൊക്കെ ഇടും. പെട്ടെന്ന് ഓട്ടോറിക്ഷയിൽ കയറി എങ്ങോട്ടാന്നല്ലേ, ഞാനും നംശുവും ജാനും കൂടിയിട്ട് കൊടകര പോവാണ്. നല്ല മഴയാ. ഓണക്കോടി എടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടത്തെ അച്ഛനും അമ്മയ്ക്കും അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അമ്മണിക്കും ശ്രീകുട്ടനും ഒക്കെ കൂടിയിട്ട് ഓണക്കോടി എടുക്കാൻ വേണ്ടി പോവാണ്. അമ്മ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ നേരെ പോട്ടയ്ക്ക് വിടും ഈ ഓട്ടോറിക്ഷയിൽ. ഞാൻ കൊടകര ഇറങ്ങും. നമ്മൾ പുതുമേന്ന് ഓണക്കോടി എടുക്കാൻ വന്നേക്കാട്ടാ.
പുതുമ കളക്ഷൻസ് കൊടകര. രാവിലെ തന്നെ വന്നേക്കാം, അവർ തുറന്നിട്ടുള്ളൂ. ഓണക്കോടി എടുക്കണ പരിപാടി ഏകദേശം കഴിഞ്ഞു. അമ്മയ്ക്ക് നാത്തൂനുള്ള സാധനം, പിന്നെ പിള്ളേരുകൾക്കുള്ള ഡ്രസ്സ്, പിന്നെ പൂക്കുണ്ടായല്ലോ. അമ്മയുടെ ഓണക്കോടി എടുക്കല് കഴിഞ്ഞു, എന്റെ ഓണക്കോടി എടുക്കല് കഴിഞ്ഞു. കുഞ്ഞു പെൺപിള്ളേർക്ക് ഇത് എല്ലാം ഒരുപോലെ. ജാനുവിന്, പാറുവിന്, തൻവിക്ക്, പിന്നെ തൻവിക്ക്, പാറുവിന്, ജാനുവിന്, പിന്നെ ആർക്കമ്മ ഒരാൾക്കും കൂടി ഉണ്ടല്ലോ, ശിവാംഗിക്ക്. ഇതിലല്ല, കുഞ്ഞു പെണ്ണിന് പൗർണമിക്ക്, ശിവാംഗിക്ക് വേറെ. ശിവാംഗിക്ക് പെൺപിള്ളേർക്ക്, കുഞ്ഞു പിള്ളേർക്കൊക്കെ എടുക്കാം. നമ്മുടെ കൊല്ലത്ത് ഓണക്കോടി എടുക്കണ പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ പുതുമേന്ന് എടുക്കണേ, എന്നെ എടുക്കണേ കേട്ടോ, എന്നെ എടുക്കണേ. കാണിച്ചു ഞാൻ, നമ്മുടെ ആൾക്കാരായിട്ട് എല്ലാരും. നമ്മുടെ സ്വന്തം കട. എന്റെ പേര് പറഞ്ഞ 50% ഡിസ്കൗണ്ട് ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ. ഇതിന് വേറെ പൈസ പേ ചെയ്യേണ്ടി വരും കേട്ടാ, പേയ്മെന്റ് അല്ല. അപ്പൊ നമ്മള് എടുത്തുട്ടാ. ഓണക്കോടി എടുക്കല് കഴിഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ വക ഞങ്ങൾക്ക് എടുക്കണില്ല, എന്താ വെച്ചാൽ ട്രിപ്പിന് കുറെ ഡ്രസ്സ് എടുത്തു. അപ്പൊ അമ്മയുടെ വക അമ്മ എടുത്തിട്ട് അമ്മ മതിയാവണില്ല, അമ്മ അങ്ങോട്ട് എടുത്തോണ്ടിരിക്കുക. എനിക്കെടുത്തു, പ്രശാന്ത് തന്നെ എടുത്തിട്ടില്ല. പിള്ളേർക്ക് കൊടുത്തു അമ്മയുടെ വക. പിന്നെ ഞാൻ എൻ്റെ വക എൻ്റെ അമ്മായിമ്മയ്ക്ക്, എൻ്റെ അമ്മയ്ക്ക് എടുത്തില്ല അല്ലേ, കിട്ടിയില്ല. പിന്നെ അമ്മിണിക്കൊക്കെ എടുത്തു. അപ്പൊ ശരി, ഹാപ്പി ഓണം. ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടാ, ഇഷ്ടം പോലെ. കൂപ്പൺ പൂരിപ്പിച്ചിട്ടില്ല അമ്മ, എന്റെ ഇട്ടിട്ടില്ല കേട്ടാ. അപ്പൊ എല്ലാവരും പുതുമയ്ക്ക് വരാട്ടാ, ഇഷ്ടംപോലെ കളക്ഷൻ ഓണത്തിന്റെ വെറൈറ്റികളുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഓണക്കോടി എടുക്കല് ഞങ്ങൾ ഉച്ചയിപ്പിക്കും വീട്ടിലേക്ക് എത്തി. ഇതേ വൈകുന്നേരം ആയപ്പോഴേക്കും അനിയനും അനിയത്തിയും അമ്മയും കൂടി വീണ്ടും എത്തിയിട്ടുണ്ട്. അവരുടെ വക ഓണക്കോടി എടുത്തിട്ട് അവര് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. നമ്മുടെ അമ്മിണിയും ശ്രീകുട്ടനും എടുത്ത ഓണക്കോടികൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓണത്തിന് മുമ്പേ ഓണക്കോടിയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറും കേട്ടോ. ഇത് എനിക്ക് അവർ കൊണ്ടുവന്നത്, ഇത് നംശിവിന് ഇതും, പിന്നൊരു ഷോർട്സും ഉണ്ട് നംശിവിന്. പിന്നെ ഇത് പ്രശാന്തേട്ടന് ഷർട്ട്. പിന്നെ ജാനിക്കുട്ടിക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ഉടുപ്പ്, ഒരു അടിപൊളി ക്യൂട്ട് ഉടുപ്പ്. ഇതാണ് അവരുടെ ഓണക്കോടി. എൻ്റെ ഓണക്കോടിയൊക്കെ നിങ്ങൾ എടുക്കുന്നത് കണ്ടല്ലോ, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോയുടെ അല്ലാറ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.